ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ 4ാമത്തെ ഭാഗമാണ്. ഈ ഭാഗമാണ് ഫൈനൽ പാർട്ട്. ഓൾറെഡി 3 പാർട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏകദേശം ഒരു 3/4 ഭാഗങ്ങളോളം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ക്ലാസ്സോടെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഏകദേശം നിങ്ങൾക്ക് എക്സാമിന് വരുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ച് നമ്മൾ തീരുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇലക്ടറൽ റിഫോംസ് സിൻസ് 2010. അപ്പോൾ ഈ 2010 തൊട്ട് നമ്മുടെ ഇലക്ടറൽ റിഫോംസ് പല പുതിയ റിഫോംസും വന്നായിരുന്നു. അപ്പോൾ അതിലൊന്നാണ് എക്സിറ്റ് പോൾ. അപ്പോൾ എന്താണ് എക്സിറ്റ് പോൾ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ ഏത് പാർട്ടിയാണ് അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ആർക്കായിരിക്കും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു ഡേറ്റയാണ്. പൊതുവേ കൂടുതൽ ന്യൂസ് ചാനൽസ് ഒക്കെയാണ് ഈ പറയുന്ന എക്സിറ്റ് പോൾസ് ഒക്കെ പബ്ലിഷ് ചെയ്യാറ്. അപ്പോൾ എക്സിറ്റ് പോളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമപ്രകാരം ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്തും അതേപോലെ തന്നെ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്തും എക്സിറ്റ് പോൾസ് പബ്ലിഷ് ചെയ്യുന്നത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ, കാരണം ഞാനിപ്പോൾ തെറ്റാണെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എക്സിറ്റ് പോൾ കാണുന്നതല്ലേ, ഇപ്പോൾ തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ അതൊക്കെ നടക്കുമോ? ഇല്ല, അതിൽ ഞാൻ ഈ പറഞ്ഞതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950-ലെയും 1951-ലെയും റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഇലക്ഷൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ അതായത് 1951-ലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ സെക്ഷൻ 126A നമ്മുടെ ഈ എക്സിറ്റ് പോളിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്ന പ്രകാരമാണ് എക്സിറ്റ് പോളിൻ്റെ എല്ലാ ഫംഗ്ഷൻസും വരുന്നത്. എക്സിറ്റ് പോളിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ഈ ഒരു സെക്ഷൻ 126A പ്രകാരമാണ്. അപ്പോൾ ഈ 126Aയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇലക്ഷൻ്റെ ആദ്യത്തെ ഫേസിൻ്റെ ആദ്യത്തെ മണിക്കൂർ തൊട്ട് അവസാനത്തെ ഫേസിൻ്റെ അവസാനത്തെ മണിക്കൂർ വരെ എന്നൊക്കെ പറഞ്ഞാണ് ആക്ടിൽ പറയുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ആക്ടിൽ പറയുന്ന കാര്യം ഞാൻ സിമ്പിളായിട്ട് പറയുവാണ് എങ്കിൽ, നമ്മുടെ ഇലക്ഷൻ്റെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എക്സിറ്റ് പോൾ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. അതേപോലെ തന്നെ നമുക്ക് റിസൾട്ട് വരുന്നതിന് മുന്നേ വരും എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ പോളിങ്ങിന് മുന്നേ ഒരിക്കലും എക്സിറ്റ് പോൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. കാരണം ആൾക്കാരുടെ വോട്ടിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും എക്സിറ്റ് പോൾ ഇലക്ഷന് മുന്നേ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അത് വളരെ വലിയ തെറ്റാണ്. നമ്മുടെ ഇലക്ഷൻ സമയത്തൊക്കെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്, ഇന്ന ആളെ ഇലക്ഷൻ എക്സിറ്റ് പോൾ പബ്ലിഷ് ചെയ്തു, അത് കുറ്റമാണ്, അത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ എക്സിറ്റ് പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യം, നമുക്കൊന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു ഡെഫിനേഷനും കൂടെ നമുക്ക് വായിക്കാം. is an opinion survey regarding how electors have voted at an election or how all the electors have performed with regard to the identification of a political party or candidate in an election. ശരിക്കും പറഞ്ഞാൽ എക്സിറ്റ് പോൾ ആ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഡേറ്റ എടുത്ത് ചെയ്യേണ്ടതാണ് ശരിക്കും എക്സിറ്റ് പോൾ. പക്ഷെ ആ ഒരു രീതിയിലൊന്നും അല്ല കറക്റ്റ് എക്സിറ്റ് പോൾസ്, നമ്മൾ കാണുന്ന എക്സിറ്റ് പോൾസ് ഒന്നും ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഏതൊരു കാൻഡിഡേറ്റിനായിരിക്കും വിജയ സാധ്യത എന്ന് പ്രവചനിക്കുന്ന ഒരു സർവേയാണ് നമ്മുടെ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന സാധനം. അപ്പോൾ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 ഓർത്തോളുക. എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആക്ടിലാണ് പറയുന്ന. ആക്ടിൽ സെക്ഷൻ 126A പ്രകാരമാണ് എക്സിറ്റ് പോൾ എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടൈം ലിമിറ്റ് ഫോർ സബ്മിറ്റിംഗ് എ കേസ് ഫോർ ഡിസ്ക്വാളിഫിക്കേഷൻ. നമുക്കറിയാം ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ആൻറ്റി ഡിഫെക്ഷൻ ലോ, അതേപോലെ തന്നെ നമ്മൾ കൂറുമാറ്റ നിരോധന നിയമം ഒക്കെ പറഞ്ഞ സമയത്ത് ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ജയിച്ച സ്ഥാനാർത്ഥി ഇലക്ഷനിൽ പെട്ട ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നു. അപ്പോൾ അങ്ങനെ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യാനുള്ള സ്പെസിഫൈഡ് അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം 3 മാസത്തിനുള്ളിൽ പ്രസിഡന്റിന് ഈ ഒരു കാര്യം പ്രസിഡന്റിന്റെ മുൻപാകെ സമർപ്പിക്കണം.
നമുക്കൊന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ 2009 പ്രൊവിഷൻ പ്രകാരം എ പ്രൊവിഷൻ വാസ് മെയ്ഡ് ഫോർ ദ സിംപ്ലിഫിക്കേഷൻ ഞാൻ ഈ പോയിന്റ് പറഞ്ഞില്ലായിരുന്നു. അതായത് ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ്റെ പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്ത് കുറച്ചുകൂടെ ഈസി ആക്കി 2009 ശേഷം 2009 പ്രൊവിഷൻസ് പ്രകാരം ഫോർ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ പേഴ്സൺ ഫൗണ്ട് ഗിൽറ്റി ഓഫ് കറപ്റ്റ് പ്രാക്ടീസസ് it provided for a 3-month time limit. ഈ 3-month time limit ഇമ്പോർട്ടൻ്റ് ആണ്, within which the specified authority will have to submit the case of a person found guilty of corrupt practice to the president for determination of the question of disqualification. അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുവാണെങ്കിൽ അതുമായി എൻക്വയറി നടത്തി അത് പരിശോധിക്കാനുള്ള സ്പെസിഫൈഡ് അതോറിറ്റി 3 മാസത്തിനുള്ളിൽ ഇന്ത്യൻ പ്രസിഡന്റിന് മുൻപാകെ ഈ ഒരു കേസ് സമർപ്പിക്കേണ്ടതായി ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് 2009 പ്രൊവിഷൻസിൽ അല്ലെങ്കിൽ 2009 ശേഷമുള്ള നമ്മുടെ ഇലക്ടറൽ റിഫോംസിൽ കൊണ്ടുവന്ന ഒരു മാറ്റം. ഇനി അടുത്തത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനെ പറ്റിയാണ്. നമുക്കറിയാം സ്ഥാനാർത്ഥികളെല്ലാം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മസ്റ്റായിട്ടും കെട്ടിവെച്ചിരിക്കണം. ആ കാര്യങ്ങൾ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് അത്രയും മാത്രം അറിഞ്ഞാൽ പോരാ എക്സാമിന്. നമുക്ക് അതിൻ്റെ കൂടെ അങ്ങനെയാണെങ്കിൽ എത്ര, ലോക്സഭയ്ക്കാണെങ്കിൽ എത്ര രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഒരു നിയമസഭാ ഇലക്ഷൻ ആണെങ്കിൽ എത്രയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അപ്പോൾ അതിന് പുറമെ പ്രസിഡന്റ് ഇലക്ഷൻ ഉണ്ടല്ലോ, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ സാഹചര്യങ്ങളിലും എത്രയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു വ്യക്തി കൊടുക്കേണ്ട സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അതേപോലെ തന്നെ SC/ST കാറ്റഗറിയിൽപ്പെട്ട ഒരാൾ നൽകേണ്ട സെക്യൂരിറ്റി ഡെപ്പോസിറ്റും സെയിം ആണോ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ ഒരു ലോക്സഭാ ഇലക്ഷൻ ആണെങ്കിൽ, ലോക്സഭാ ഇലക്ഷൻ ആണെങ്കിൽ പണ്ടുണ്ടായിരുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയായിരുന്നു. ഒരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ ജനറൽ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു സ്ഥാനാർത്ഥി കെട്ടിവെക്കേണ്ടത്. അത് ഇൻക്രീസ് ചെയ്തു, നിലവിൽ 25,000 രൂപയാണ്. അതായത് നിലവിൽ ഒരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്ഥാനാർത്ഥി ലോക്സഭാ ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ അദ്ദേഹം കെട്ടിവെക്കേണ്ട തുക 25,000 രൂപയാണ്. ഇനി ഒരു SC/ST കാൻഡിഡേറ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു SC/ST കാൻഡിഡേറ്റ് ആണ് എങ്കിൽ അദ്ദേഹം പണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള തുക 5,000 രൂപ, നിലവിൽ 12,500 രൂപയാണ് അദ്ദേഹം ഡെപ്പോസിറ്റ് ആയിട്ട് വെക്കാനുള്ളത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഈ ജനറൽ കാറ്റഗറിയുടെ നേരെ പകുതിയാണ് SC/STക്ക് പറഞ്ഞിരിക്കുന്ന തുക. അപ്പോൾ പണ്ട് 10,000 ആയിരുന്നു ജനറൽ കാറ്റഗറിക്ക്, SC/STക്ക് നോക്കിയേ അതിൻ്റെ നേരെ പകുതിയായ 5,000 രൂപ. ഇപ്പം നിലവിലുള്ള ജനറൽ കാറ്റഗറിയുടെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അതിൻ്റെ നേരെ പകുതിയായിട്ടുള്ള 12,500 ആണ് SC/ST കാറ്റഗറിക്ക് ഡെപ്പോസിറ്റ്. ലോക്സഭാ ഇലക്ഷനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതേസമയം നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് വരുവാണെങ്കിൽ, ഒരു ജനറൽ കാറ്റഗറിക്കാരൻ പണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടിയിരുന്ന തുക 5,000 രൂപയാണ്. എത്രയാണ്? 5,000 രൂപയാണ്. അത് പിന്നീട് ഇൻക്രീസ് ചെയ്ത് 10,000 രൂപയാക്കി. 5,000 എന്നുള്ളത് 10,000 രൂപയാക്കി. അതേപോലെ തന്നെ ഒരു SC/ST കാരനാണെങ്കിൽ, ഒരു SC/ST കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അദ്ദേഹം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി കെട്ടിവെക്കേണ്ട തുക 2,500 നിന്ന് 5,000 രൂപയാക്കി ഇൻക്രീസ് ചെയ്തു. ഇതും നേരെ പകുതിയാണ് കേട്ടോ. പണ്ട് ജനറൽ കാറ്റഗറിക്ക് 5,000 ആയിരുന്നുവെങ്കിൽ അതിൻ്റെ നേരെ പകുതിയായ 2,500 ആണ് SC/ST കാറ്റഗറിക്ക്. അതേപോലെ തന്നെ നിലവിലുള്ള ജനറൽ കാറ്റഗറിയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 10,000 ആണ്. അതിൻ്റെ നേർപകുതിയായ 5,000 ആണ് SC/ST കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഈ ഒരു ഡേറ്റ, അതായത് ഈ പറയുന്ന വാല്യൂസ് കൃത്യമായി ഓർത്ത് വെച്ചോളുക. പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. പ്രസിഡന്റിൻ്റെയും അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഇലക്ഷനും ഇതേപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്. ഈ പ്രസിഡന്റ് ഇലക്ഷനും വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 15,000 രൂപയാണ്. ഓർത്ത് വെച്ചോളുക. പല പ്രാവശ്യം പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. 15,000 രൂപയാണ് പ്രസിഡന്റ് ഇലക്ഷനും അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഇലക്ഷനും ഒരു സ്ഥാനാർത്ഥി കെട്ടിവെക്കാനുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. അപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ടത്? ആർക്കാണ് നൽകേണ്ടത്? അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാകത്തില്ലേ? അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ല എങ്കിൽ ഗവൺമെൻറ് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ എവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം? RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഈ രണ്ട് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും വേണം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ. ഇനി അടുത്തത് അപ്പലേറ്റ് അതോറിറ്റി വിത്തിൻ ദ ഡിസ്ട്രിക്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ
അപ്പോൾ ഇതിന് മുന്നേ ഉള്ള പാർട്സ് പറഞ്ഞ സമയത്ത് ഞാൻ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഓഫീസറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നമ്മൾ എല്ലാ ഓഫീസേഴ്സിനെയും കുറിച്ച് പഠിച്ചു. സിഇഒനെ പറ്റിയും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിനെ കുറിച്ചും റിട്ടേണിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ, ഇങ്ങനെയുള്ള എല്ലാ ഓഫീസേഴ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ കാര്യം, ഇദ്ദേഹമാണ് നമ്മുടെ ഇലക്ടറൽ റോള് തയ്യാറാക്കുന്നത്, അല്ല എങ്കിൽ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ചുമതലയും ഇദ്ദേഹത്തിന് തന്നെയാണ് കേട്ടോ, ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ. അപ്പം നമ്മുടെ ഈ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ തയ്യാറാക്കുന്ന ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പക്കയായിരിക്കുമോ? അതിലും ചില വ്യത്യാസങ്ങൾ വരത്തില്ലേ? ഇപ്പോൾ നമ്മുടെ SIRന്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ SIRന്റെ പ്രോസസ്സ് കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചില ആൾക്കാർ ഉൾപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പല ആക്ഷേപങ്ങളും വരുന്നുണ്ടല്ലോ. ഒത്തിരിയല്ല, വളരെ കുറച്ച് പേര്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ, കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ഷന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ പല കാരണവശാൽ ഈ പറയുന്ന SIR ലിസ്റ്റിലും, പുതിയ അപ്ഡേറ്റഡ് SIR 2025 SIRലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ തയ്യാറാക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലും ഇതേപോലെ പല ആൾക്കാരും ഉൾപ്പെടാത്ത സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം, അതിൽ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ, അദ്ദേഹം മീൻസ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറിൻ്റെ ഒരു തീരുമാനം, അതിൽ എന്തെങ്കിലും ആക്ഷേപമുള്ള സമയത്ത് അപ്പീൽ നമുക്ക് നൽകാനുള്ള അവസരം ലഭിക്കണ്ടേ? അപ്പോൾ അപ്പീൽ നൽകാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പീൽ നൽകാനുള്ള അധികാരി എന്ന് പറയുന്നത്, അതായത് EROന്റെ ഒരു ഫൈൻഡിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റയുടെ മുകളിൽ ഒരു ആക്ഷേപമുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനത്തിനെതിരെ അപ്പീൽ കൊടുക്കാനുള്ളത് ചീഫ് ഇലക്ടറൽ ഓഫീസറിനായിരുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസർ, സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറിനാണ്. നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസറൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വരണം. ആരാണ്, അതേപോലെ തന്നെ അവരുടെ ബേസിക് ഫാക്ട്സ് ഉണ്ട്. ഇപ്പം നിലവിലുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസർ, ആദ്യത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ, എന്താണ് ചീഫ് ഇലക്ടറൽ ഓഫീസറും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ ഓർമ്മയിൽ വരണേ. അപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്നു അപ്പീൽ അധികാരി മുന്നേ വരെ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സംസ്ഥാനത്ത് ഒരൊറ്റ ചീഫ് ഇലക്ടറൽ ഓഫീസറേ ഉള്ളൂ. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ EROന്റെ ഈ ഒരു ഡേറ്റയിൽ ധാരാളം ആക്ഷേപങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതായത് പല വ്യത്യാസങ്ങളും പല തെറ്റുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു കാര്യം മാത്രം നോക്കാനുള്ള സമയം കിട്ടത്തുള്ളൂ. സംസ്ഥാനത്ത് ഒരേ ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസറേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഈ കേരളത്തിലുള്ള മീൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന അദ്ദേഹമാണ്. ധാരാളം ജോലികളുള്ള വ്യക്തി. അപ്പം ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് പരിശോധിക്കേണ്ടതായി വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജോലി കുറയ്ക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ ഈ പ്രോസസ്സ് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയും ഇടയിൽ ഒരു അപ്പീലേറ്റ് അതോറിറ്റിനും കൂടെ സ്ഥാപിച്ചു. അതായത് പുതിയതായി ഒരു അപ്പീൽ അധികാരിയും കൂടെ സ്ഥാപിച്ചു. അത് വേറെ ആരുമല്ല, നമ്മുടെ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഇതെല്ലാം നമ്മുടെ ജില്ലാ കളക്ടർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു റാങ്കിലിരിക്കുന്ന, അതായത് ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ ADM അല്ലെങ്കിൽ ഈ സിമിലർ ആയിട്ട് ഇരിക്കുന്ന റാങ്കിലുള്ള ഒരു വ്യക്തിനെ അപ്പീലേറ്റ് അതോറിറ്റി ആക്കി. അപ്പോൾ അതോടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറിൻ്റെ ഡേറ്റയിൽ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ല എങ്കിൽ ഏത് ഉദ്യോഗസ്ഥനാണോ എങ്കിൽ കേട്ടോ, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ മുകളിലാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ADM അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള റാങ്കിലുള്ള വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വ്യക്തിയുടെ മുൻപാകെ അപ്പീൽ സമർപ്പിച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് നോക്കാം. 2009 എ പ്രൊവിഷൻ വാസ് മെയ്ഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻ അപ്പീലേറ്റ് അതോറിറ്റി. അപ്പീലേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അപ്പീൽ സ്വീകരിക്കാൻ അധികാരമുള്ള അതോറിറ്റിയാണ് അപ്പീലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പീലേറ്റ് അതോറിറ്റി വിത്തിൻ ദ ഡിസ്ട്രിക്ട് എഗെയിൻസ്റ്റ് ഓർഡർ. ഈ വിത്തിൻ ദ ഡിസ്ട്രിക്റ്റും കൂടെ ഓർത്തിരിക്കണേ. അതായത് ഏതെങ്കിലുമൊക്കെ ജില്ലാ കളക്ടർമാർക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല, അവനവൻ്റെ ജില്ലയിലുള്ള ജില്ലാ കളക്ടറിന് തന്നെ ആയിരിക്കണം. ഡിസ്ട്രിക്റ്റിനകത്തുള്ള അപ്പീലേറ്റ് അതോറിറ്റിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. District against the orders of electoral registration officers instead of the chief electoral officer of the state. About there's an appeal against any order of the electoral registration officer of a constituency during continuous updation of the electoral roll will now lie before the district magistrate. അല്ല എങ്കിൽ ADM additional district magistrate അല്ലെങ്കിൽ executive magistrate അല്ല എങ്കിൽ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ഇക്വലൻ്റ് റാങ്കിലുള്ള ഒരു വ്യക്തി. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഒക്കെ കളക്ടർ തന്നെയാണ് കേട്ടോ. ADM വേറെ ഒരാളുണ്ടാവും, DM കാണും, അതേപോലെ തന്നെ ADM കാണും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാളെ ആയിരിക്കും ഈ ഒരു ചുമതലയ്ക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് മുൻപാകെ നമുക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്.
ഓക്കെ, അങ്ങനെ ഇദ്ദേഹവും അതായത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഒരു തീരുമാനം എടുത്തു. അപ്പോൾ ആ ഒരു തീരുമാനവും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി, അല്ലെങ്കിൽ അതല്ല നമുക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് വീണ്ടും അപ്പീൽ നൽകാം. അതായത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് DM അല്ലെങ്കിൽ ADMന്റെ ഉത്തരവിനെതിരെ നമുക്ക് ആക്ഷേപമുണ്ടെങ്കിലും നമുക്ക് അപ്പീൽ നൽകാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അപ്പീൽ സമർപ്പിക്കേണ്ടത് ചീഫ് ഇലക്ടറൽ ഓഫീസറിന് മുൻപാകെയാണ്. A further appeal against any order of the district magistrate or ADM will now lie before the chief electoral officer. പണ്ട് EROന്റെ ഡേറ്റയ്ക്ക് മുകളിലുള്ള ഒരു ആക്ഷേപം ഡയറക്റ്റ് ആയിട്ട് CEOന്റെ മുൻപാകെ നമ്മൾ സമർപ്പിക്കണം. പക്ഷേ ഇപ്പം നിലവിൽ ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് പുതിയൊരു അപ്പീലേറ്റ് അതോറിറ്റിയും കൂടെ വന്നു. അത് നമ്മുടെ ജില്ലാ കളക്ടറാണ്, അല്ലെങ്കിൽ ADM ആണ്. ഇനി അടുത്തത് ഇലക്ടറൽ റോൾ എൻറോൾമെന്റ്, ഓൺലൈൻ എൻറോൾമെന്റിന്റെ കാര്യമാണ് ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പം നമുക്ക് നിലവിൽ ഈ BLOന്റെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ ആവശ്യം പോലും വരുന്നില്ല ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനായിട്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നമുക്ക് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ നമ്മുടെ നിലവിലുള്ള പേര് മാറ്റാൻ, അല്ലെങ്കിൽ അഡ്രസ്സ് മാറ്റാൻ, ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പുതുതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വേറൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് മാറാൻ, ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ 2013 മുന്നേ ഈ ഒരു പ്രൊവിഷൻ ഇല്ലായിരുന്നു. നമ്മൾ അതായത് 2 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു BLO വഴിയും പോവാം, അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാം. ഇപ്പം നമുക്ക് പുതുതായി ഇപ്പം വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ BLOനെ സമീപിക്കും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം ഇന്ന്. പക്ഷേ 2013 മുന്നേ വരെ ഓൺലൈൻ പ്രൊവിഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഓൺലൈൻ പ്രൊവിഷൻ കൂടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ തീരുമാനിക്കുന്നു. അങ്ങനെ ആ സമയം വരെ ഉണ്ടായിരുന്ന നിയമം, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എലക്ടേഴ്സുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് രജിസ്ട്രേഷൻ ഓഫ് എലക്ടേഴ്സ് റൂൾ 1960. രജിസ്ട്രേഷൻ ഓഫ് എലക്ടേഴ്സ് റൂൾ 1960. അപ്പോൾ ഈ ഒരു നിയമത്തിലാണ് പുതുതായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിലേക്കൊക്കെ ആഡ് ചെയ്യേണ്ടതിനെ പറ്റിയുള്ള പ്രൊസീജിയേഴ്സും അവരുടെ റോൾസും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു നിയമത്തെ ഭേദഗതി ചെയ്തു. അതായത് ഈ ഓൺലൈൻ പ്രൊവിഷനും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു നിയമത്തെ ഭേദഗതി ചെയ്ത നിയമമാണ് ഈ 2013 രജിസ്ട്രേഷൻ ഓഫ് എലക്ടേഴ്സ് അമെൻമെൻറ്റ് റൂൾസ്. അപ്പോൾ ഈ ഒരു നിയമത്തിൽ ഭേദഗതി ചെയ്തതോടെയാണ് നമുക്ക് ഈ ഓൺലൈനായിട്ടുള്ള പ്രൊവിഷനും വരുന്നത്. നമുക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഫോം 6 എന്ന് പറയുന്ന ഒരു 6 വോട്ടേഴ്സ് ഐഡിയൊക്കെ പുതുതായിട്ടൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ വന്ന ആൾക്കാരായിരിക്കും. ഈ ഫോം 6 എന്ന് പറയുന്ന ഒരു സാധനമല്ലേ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന. ഫോം 6 എന്ന് പറയുന്നത് നമുക്ക് BLOയുടെ കയ്യിൽ നിന്ന് മേടിക്കാം, അതേസമയം തന്നെ നമുക്ക് ഓൺലൈനായിട്ടും ഫോം 6 പൂരിപ്പിക്കാം. ഈ ഫോം 6 വഴിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ഒരു വ്യക്തിക്ക് ആഡ് അപ്പ് ആവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഫോം 6 പോലെയുള്ള സംഭവങ്ങളും ഓൺലൈൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഈ ഒരു 2013 ഈ ഒരു നിയമത്തിന് രജിസ്ട്രേഷൻ ഓഫ് എലക്ടേഴ്സ് അമെൻമെൻറ്റ് റൂൾസ് 2013 വഴിയാണ്. ഈ ഒരു പർപ്പസിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ആഫ്റ്റർ കൺസൾട്ടിംഗ് ദ ഇലക്ഷൻ കമ്മീഷൻ മെയ്ഡ് റൂൾസ് നോൺ ആസ് രജിസ്ട്രേഷൻ ഓഫ് എലക്ടേഴ്സ് റൂൾസ് 2013. ഇനി അടുത്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് നോട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നോട്ട ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എലക്ഷനിൽ വന്ന മേജറായിട്ടുള്ള ഒരു മാറ്റങ്ങളിൽ ആദ്യത്തെ ഒരു 3 മാറ്റങ്ങൾ ചോദിച്ചാൽ അതിൽ ഒരെണ്ണം ശരിക്കും നോട്ടയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. നോട്ട ആദ്യമായിട്ട് ഫ്രാൻസിൽ നിന്നാണ് വരുന്നത്. ഫ്രാൻസ് ആണ് നോട്ട എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. നോട്ട ഇപ്പം നമുക്കൊക്കെ ഇലക്ഷൻ ചെയ്യുന്നവരായതുകൊണ്ട് എന്താണെന്ന് അറിയാമായിരിക്കും. നോട്ട എന്ന് പറയുന്നത് നൺ ഓഫ് ദ എബോവ് ആണ് നോട്ട എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ ഇലക്ഷൻ ചെല്ലുന്ന സമയത്ത് ധാരാളം സ്ഥാനാർത്ഥികൾ കാണും. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളെ ആരെയും ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായിക്കോട്ടെ, ഇവരെ ആർക്കും നമുക്ക് വോട്ട് കൊടുക്കാൻ താല്പര്യമില്ല. അപ്പം അങ്ങനെയാണ് എങ്കിൽ ഇവർക്ക് ആർക്കും കൊടുക്കാതെ നമുക്ക് നോട്ടയ്ക്ക് നമ്മുടെ വോട്ട് വിനിയോഗിക്കാൻ സാധിക്കും. അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ ഡയറക്ഷൻസ് പ്രകാരമാണ് ശരിക്കും നോട്ട എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ മുഴുവൻ മാൻഡേറ്ററി ആക്കിയത് കേട്ടോ. സുപ്രീം കോർട്ടിൻ്റെ ഡയറക്ഷൻസ് പ്രകാരമാണ് കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ സ്വയമേവ തീരുമാനിക്കുകയായിരുന്നില്ല. അപ്പോൾ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷൻ
അവരുടെ EVMസിലും അതേപോലെ തന്നെ ബാലറ്റ് പേപ്പേഴ്സിലൊക്കെ നോട്ട എന്ന് പറയുന്ന ആ ഒരു സംഭവം മാൻഡേറ്ററി ആക്കിയത്. But so that the voters who come to the polling booth and decide not to vote for any of the candidates in the fray are able to exercise while they are right not to vote for such candidates while maintaining the secrecy of their ballot. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ ഉള്ള സ്ഥാനാർത്ഥികൾക്ക് ആർക്കും വോട്ട് ചെയ്യണ്ട, ആർക്കും വോട്ട് കൊടുക്കാൻ താല്പര്യമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ നോട്ട് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാതെ തിരിച്ചു വരാനേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വോട്ട് നൽകാതിരിക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് വോട്ട് ചെയ്യണം. നമ്മുടെ വോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ വോട്ടും ചെയ്യണം. പക്ഷേ എന്നാൽ ഈ സ്ഥാനാർത്ഥികൾക്കല്ലാണ്ട് വേറെ ആൾക്കെങ്കിലും വോട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുന്നതാണ് ഈ നോട്ട എന്ന് പറയുന്നത്, നൺ ഓഫ് ദ എബവ് എന്ന് പറയുന്നത്. നോട്ടയുടെ സിമ്പൽ വരുന്നത് ഒരു ലിസ്റ്റിനെ ക്രോസ് ചെയ്യുന്ന ഒരു സിമ്പലാണ്. ഒരു ലിസ്റ്റിനെ ക്രോസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് നോട്ടയുടെ സിമ്പിൾ. ചില സ്ഥലങ്ങളിൽ നോട്ടയുടെ സിമ്പിൾ അല്ല, ചിലപ്പോൾ നോട്ട NOTA എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് ബാലറ്റ് പേപ്പറിൽ. അപ്പോൾ നോട്ടയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2013 സംസ്ഥാന നിയമസഭയിലേക്കുള്ള ജനറൽ ഇലക്ഷൻസ്, എല്ലാ സംസ്ഥാനങ്ങളും അല്ല, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, അതേപോലെ തന്നെ മധ്യപ്രദേശ്, ഇങ്ങനെയുള്ള കുറച്ച് സംസ്ഥാനങ്ങളുടെ ജനറൽ ഇലക്ഷനിലാണ് ആദ്യമായി 2013 നോട്ട കൊണ്ടുവരുന്നത്. അതിനുശേഷം തൊട്ടടുത്ത വർഷം 2014 ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാന നിയമസഭാ ഇലക്ഷൻസിലും അതേപോലെ തന്നെ ലോക്സഭാ ഇലക്ഷനിലും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പോളിംഗ് സ്റ്റേഷനിലും നോട്ട മസ്റ്റാക്കി. അപ്പോൾ ആദ്യമായി നോട്ട ലോക്സഭാ ഇലക്ഷനിൽ കൊണ്ടുവരുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2014. പക്ഷേ ആദ്യമായി നോട്ട കൊണ്ടുവരുന്ന വർഷം 2013. ഇപ്പോൾ ഏത് ഇലക്ഷനാണ്, ഏത് വർഷത്തെ ഇലക്ഷനാണ് എന്നൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ 2013. ലോക്സഭാ ഇലക്ഷൻ എന്ന് ചോദിക്കുവാണെങ്കിൽ 2014. അപ്പോൾ ഈ നോട്ടയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. ഇപ്പോൾ നോട്ടയുടെ ഇന്ത്യൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമുക്കൊരു സാഹചര്യം നമുക്ക് ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരു ഇലക്ഷൻ നടക്കുന്നു, ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൗണ്ടിങ്ങിൻ്റെ സമയത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന, ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് നമ്മുടെ നോട്ടയ്ക്കാണ്. അപ്പോൾ ആരെ വിന്നറായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. അതായത് നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാലും തൊട്ടടുത്ത വരുന്ന സ്ഥാനാർത്ഥി, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയെയാണ് വിജയിയായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നോട്ടയുടെ ഒരു പോരായ്മയാണ് കേട്ടോ ഇത്. ഇന്ത്യൻ നോട്ട സിസ്റ്റത്തിലുള്ള ഒരു പോരായ്മയാണ് ഈ ഒരു സംഭവം. Even if the number of electors opting for nota options is more than the number of votes polled by any of the candidates who secure the largest number of votes has to be declared elected. നമ്മുടെ ഈ നോട്ടയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ചോദിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ ഇത്. ഇനി ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മുടെ ഫ്രാൻസ് ആണ്. പറഞ്ഞായിരുന്നു, ഫ്രാൻസ് ആണ് ആദ്യമായിട്ട് നോട്ട ഇംപ്ലിമെന്റ് ചെയ്ത രാജ്യം, നൺ ഓഫ് ദ എബവ് ഇംപ്ലിമെന്റ് ചെയ്ത രാജ്യം. ഇതിനെ മലയാളത്തിലെ നിഷേധ വോട്ട് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. മലയാളത്തിൽ നിഷേധ വോട്ട് എന്നാണ് പറയുന്നത് നോട്ടേനെ. ഇപ്പം ഇന്ത്യ 14ാമത്തെ രാജ്യമാണ്, നോട്ട ഇംപ്ലിമെന്റ് ചെയ്ത 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യത്തെ രാജ്യം ഫ്രാൻസ് ആണ്. ഞാൻ പറഞ്ഞായിരുന്നു 2013 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ആദ്യമായി നോട്ട ഇന്ത്യയിൽ ബാലറ്റ് പേപ്പറിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് നമുക്ക് നോക്കാം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മിസോറാം, ഡൽഹി, ഇത്രയും സംസ്ഥാനങ്ങളിലാണ് 2013 ആദ്യമായി നോട്ട കൊണ്ടുവരുന്നത്. 2013 രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മിസോറാം, ഡൽഹി, ഇത്രയും സംസ്ഥാനങ്ങളുടെ നിയമസഭാ ഇലക്ഷനിലാണ് ആദ്യമായി നോട്ട കൊണ്ടുവരുന്നത്. പിന്നെ 2014 എല്ലാ സംസ്ഥാനങ്ങളുടെ നിയമസഭാ ഇലക്ഷനിലും കൊണ്ടുവന്നു. അതേപോലെ തന്നെ രാജ്യം മുഴുവനായി നമ്മുടെ ലോക്സഭ 543 ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ സംഭവം നോട്ട കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നോട്ടയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റിലേറ്റഡ് ഫാക്റ്റ് ആണ്. ഇപ്പം നോട്ട കൊണ്ടുവരാൻ കാരണക്കാരായ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. 1976 നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിയനായ ജയപ്രകാശ് നാരായൺ അദ്ദേഹം ഫൗണ്ട് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, PUCL. PUCL എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അന്ന് രാജ്യത്തുണ്ടായിരുന്ന പല അനീതികൾക്കെതിരെയും ശബ്ദമുയർത്തിയ വളരെ നല്ല ഓർഗനൈസേഷനാണ് PUCL എന്ന് പറയുന്നത്.
ശരിക്കും പറഞ്ഞാൽ ഈ സെൻട്രൽ ഗവൺമെന്റിനെതിരെയും അന്നുള്ള പ്രൈം മിനിസ്റ്റേഴ്സിനൊക്കെ എതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ അന്നുള്ള പല അനീതികൾക്കെതിരെയും ശബ്ദമുയർത്തിയ ഒരു ഓർഗനൈസേഷനാണ് PUCL. PUCL കക്ഷി ചേർന്ന് വന്ന പല കേസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകൾ, പല സുപ്രീം കോർട്ടിൻ്റെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സും PUCLുമായി ബന്ധപ്പെട്ട കേസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 1976 നമ്മുടെ ഗാന്ധിയനായ ജയപ്രകാശ് നാരായൺ സ്ഥാപിച്ച പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, PUCL എന്നും പല സ്ഥലങ്ങളിൽ ഇത് കാണാറുണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. PUCL അഥവാ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അപ്പോൾ ഈ ഒരു സ്ഥാപനമാണ് ശരിക്കും പറഞ്ഞാൽ നോട്ടയുടെ ഇംപ്ലിമെൻറ്റേഷന് കാരണമായത്. അപ്പോൾ ഇതുമായി ഒരു ബന്ധപ്പെട്ട ഒരു കേസിലാണ് സുപ്രീം കോർട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് നോട്ട ഇന്ത്യയിൽ മാൻഡേറ്ററി ആക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു കോർട്ട് ഓർഡർ വരുന്നത് 2013 സെപ്റ്റംബർ 27 ഡേറ്റ് ഓർത്ത് വെച്ചോളുക. 2013 സെപ്റ്റംബർ 27 സുപ്രീം കോടതി നോട്ട മാൻഡേറ്ററി ആക്കണം എന്നുള്ളൊരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. അതിന് പ്രകാരം തൊട്ടടുത്ത മാസം തന്നെ ഒക്ടോബർ 11 നോട്ട ബാലറ്റ് പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത മാസം തന്നെ ഒക്ടോബർ 11 2013 നോട്ട ബാലറ്റ് പേപ്പറിൽ കൊണ്ടുവരുന്നു. പിന്നീടാണ് നോട്ടയുടെ സിമ്പലൊക്കെ വരുന്നത്. നോട്ടയുടെ സിമ്പൽ പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് സിമ്പലൊക്കെ നിലവിൽ വരുന്നത്. സിമ്പൽ നമ്മുടെ അഹമ്മദാബാദിലുള്ള നാഷണൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ് നോട്ടയുടെ സിമ്പൽ ഡിസൈൻ ചെയ്യുന്നത്. സിമ്പലിനെ പറ്റി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, എന്നാലും ഓർത്ത് വെച്ചോ ഒരു ലിസ്റ്റ്, അതായത് ഇങ്ങനെയുള്ളൊരു ലിസ്റ്റ് ക്രോസ് ചെയ്യുന്ന ഒരു സിമ്പൽ, ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു സിമ്പലാണ് നോട്ടയുടെ സിമ്പൽ. ഓക്കെ, നോട്ട സിമ്പൽ കെയിം ഇൻടു എഫക്ട്. ഇത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചോ. ചില സ്ഥലങ്ങളിൽ നോട്ട എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കും. ബാലറ്റ് പേപ്പറിൽ ഏറ്റവും താഴെയായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നോട്ട എന്നും കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് നോട്ടയുടെ സിമ്പൽ നിലവിൽ വരുന്നത്. സെപ്റ്റംബർ 18, 2015 ഈ ഒരു സിമ്പൽ നിലവിൽ വരുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദാണ് ഈ ഒരു സിമ്പൽ കൊണ്ടുവരുന്നത്. ഇനി അടുത്തതാണ് VVPAT, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. VVPAT എന്താണെന്ന് നമ്മൾ കാണുന്ന സാധനം തന്നെയാണ്, നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ ഉള്ള ഇലക്ഷൻസിൽ ഈ ബാലറ്റ് പേപ്പറിൻ്റെ കൂടെ തന്നെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇപ്പോഴത്തെ ഒരു യൂണിറ്റും കൂടെ കാണും. അപ്പോൾ ഈ ഒരു യൂണിറ്റിനെയാണ് VVPAT എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലറ്റ് പേപ്പർ, നമ്മുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ ലിസ്റ്റും അതേപോലെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സ്വിച്ചൊക്കെ വരുന്ന. അപ്പോൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന വേറൊരു മെഷീനാണ് VVPAT. ശരിക്കും ഇതെല്ലാം കൂടെ ഒറ്റ യൂണിറ്റ് ഒന്നും അല്ല കേട്ടോ, സെപ്പറേറ്റ് യൂണിറ്റ്സ് ആണ്. VVPATും വളരെ പിന്നീടാണ് നമ്മുടെ ഇലക്ഷനിലൊക്കെ VVPAT ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ്. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ്. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു കാര്യമാണ് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്, ഓർത്ത് വെച്ചോളുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ചിലപ്പോൾ ഇതൊരൊറ്റ സിസ്റ്റം ആണെന്നൊക്കെ പറഞ്ഞു വരും. അങ്ങനെയല്ല. ഈ VVPAT എന്ന് പറയുന്ന സാധനം ബാലറ്റ് യൂണിറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ EVMൻ്റെ കൂടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ ഒരു സെപ്പറേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് മെഷീനാണ്. അറ്റാച്ച്ഡ് വിത്ത് ദ EVMs that allows the votes to verify their votes as or cast as intended. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് ഈ VVPATൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വോട്ട് കാസ്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ VVPATൻ്റെ അകത്ത് ഈ ഒരു ഭാഗം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് കേട്ടോ. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് വിൻഡോയിൽ കൂടെ ഒരു സ്ലിപ്പ് പോകും, ഒരു സ്ലിപ്പ് റോൾ ആവും. അപ്പോൾ ആ സ്ലിപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേരും അതേപോലെ തന്നെ സിമ്പലും ഉണ്ടാകും. അപ്പോൾ അതുവഴിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാസ്റ്റ് ചെയ്ത ആൾക്ക് തന്നെയാണ് വോട്ട് ലഭിച്ചത് എന്ന് നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാൻ പറ്റും. അതായത് ആ വോട്ട് ഒന്നുകൂടെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഈ VVPAT എന്ന് പറയുന്ന ഒരു മെഷീൻ കൊണ്ടുള്ള ഗുണം. എന്നിട്ട് ഈ ഒരു സ്ലിപ്പ് ഈ ഒരു ബോക്സിനകത്ത് വീഴുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പിന്നീട് ഒരു ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വരുവാണ് എങ്കിൽ, അതായത് കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത് രണ്ടാമത് ആ ഡിസ്പ്യൂട്ട് പരിഹരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമ്മുടെ VVPATൻ്റെ അകത്തുള്ള സ്ലിപ്പിൻ്റെ എണ്ണവും കൂടെ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ വോട്ടിൻ്റെ എണ്ണവും അതേപോലെ തന്നെ സ്ലിപ്പുകളുടെ എണ്ണവും സെയിം ആവണ്ടേ, എന്നാൽ മാത്രമല്ലേ കറക്റ്റായിട്ടുള്ള വോട്ടിംഗ് ആണ് നടത്തുമെങ്കിൽ ഇത് രണ്ടും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിനും കൂടെ നമ്മുടെ VVPAT യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ സ്ലിപ്പ് നമുക്ക് കുറേ നേരം കാണാൻ പറ്റത്തില്ല, അത് കയ്യിലെടുക്കാനും പറ്റത്തില്ല. ആ ബോക്സിനകത്താണ് ആ വീഴുന്നത്. ഒരു ട്രാൻസ്പെറൻറ്റ് വിൻഡോ വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. 7 സെക്കൻഡ് മാത്രമേ, വെറും 7 സെക്കൻഡ് മാത്രമേ ആ ഒരു സ്ലിപ്പ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓർത്തോളുക.
നമ്മളൊരു വോട്ട് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് a slip is printed and remains exposed through a transparent window for 7 seconds. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളുക. 7 സെക്കൻഡ് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഒന്നെങ്കിൽ 10 സെക്കൻഡ് എന്ന് കാണും, അല്ലെങ്കിൽ 7 സെക്കൻഡ് എന്ന് കാണും. ഈ ഒരു രീതിയിലായിരിക്കും. ഷോയിങ് ദ സീരിയൽ നമ്പർ, നെയിം ആൻഡ് സിമ്പിൾ ഓഫ് ദ കാൻഡിഡേറ്റ്. Thereafter the receipt automatically gets cut and falls into the sealed drop box of the VVPAT. The system allows a voter to challenge his or her vote on the basis of paper receipt. അപ്പോൾ ഇപ്പം നമ്മൾ വേറൊരു സ്ഥാനാർത്ഥിക്കാണ്, ഇപ്പം നമ്മൾ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ക്ലിക്ക് ചെയ്തു, പക്ഷെ ബാലറ്റ് പേപ്പറിൽ വേറൊരു സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ അല്ല ആളുടെ പേരും സിമ്പലുമാണ് വരുന്നത് എങ്കിൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ വോട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഇത് രണ്ടിൽ ഏതോ ഒന്നിൽ പ്രശ്നമുണ്ടെന്ന് നമുക്ക് അതുവഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. The law for using VVPATs was amended in 2013. In 2013, the VVPATs were first used in by-election of the Noksen Assembly constituency of Nagaland held on 2013. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യമായി VVPAT നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉപയോഗിച്ചത് നാഗാലാൻഡിലുള്ള നോക്സൺ മണ്ഡലത്തിലാണ്. ഓർത്തു വെച്ചോളുക, നാഗാലാൻഡിലുള്ള സംസ്ഥാനത്തിന്റെ പേര് ഓർത്തു വെച്ചോളുക. അതേപോലെ തന്നെ ഈ മണ്ഡലത്തിന്റെ പേരും, നോക്സൺ മണ്ഡലത്തിന്റെ പേരും ഓർത്തു വെച്ചോളുക. 2013 നാഗാലാൻഡിലെ നോക്സൺ മണ്ഡലത്തിലെ ബൈ ഇലക്ഷനാണ് ആദ്യമായി VVPAT ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ EVMന്റെ കാര്യവും നമ്മൾ പറഞ്ഞായിരുന്നു. EVMും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. EVM ആദ്യമായി ഉപയോഗിച്ചത്, നോട്ട് ആദ്യമായി ഉപയോഗിച്ചത്, VVPAT ആദ്യമായി ഉപയോഗിച്ചത്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ബൈ ഇലക്ഷന് ഈ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഉപയോഗിച്ചത് എങ്കിൽ സംസ്ഥാനം മുഴുവനായി നിയമസഭാ മണ്ഡലത്തിലെ ഇലക്ഷൻ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ചത് ഗോവയാണ്. സംസ്ഥാനം മുഴുവനായി നിയമസഭാ ഇലക്ഷന് വേണ്ടി VVPAT ഉപയോഗിച്ചത് ഗോവയാണ്. 2017 ഗോവ അവരുടെ സംസ്ഥാന നിയമസഭാ ഇലക്ഷന് വേണ്ടി എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പോളിംഗ് സ്റ്റേഷനിലും VVPAT കൊണ്ടുവരുന്നത്. പിന്നെ രണ്ടാമത് ഇതേപോലെ കൊണ്ടുവന്നത് നമ്മുടെ ഹിമാചൽ പ്രദേശാണ്. രണ്ടാമത് ഇതേപോലെ സംസ്ഥാനം മുഴുവനായി സംസ്ഥാന നിയമസഭാ ഇലക്ഷന് VVPAT ഉപയോഗിച്ചത് ഹിമാചൽ പ്രദേശാണ്. കേരളത്തിലും കൊണ്ടുവന്നു. കേരളത്തിൽ 2016 ഇത് ഉപയോഗിച്ചു, പക്ഷെ കേരളം മുഴുവനായിട്ടൊന്നും അല്ല കേട്ടോ. 2016 കേരളത്തിൽ VVPAT ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ സംസ്ഥാന നിയമസഭാ ഇലക്ഷന് മുഴുവനായിട്ടല്ല VVPAT ഉപയോഗിച്ചത്. ഇനി അടുത്ത നമുക്ക് നമ്മൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. പേഴ്സൺസ് ഇൻ ജയിൽ ഓർ പോലീസ് കസ്റ്റഡി ക്യാൻ കണ്ടസ്റ്റ് ഇലക്ഷൻസ്. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്, ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? വോട്ട് ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് അതിന് മുന്നേ ഒരു 2013 മുന്നേ ഉള്ള ചരിത്രം ആദ്യം ഞാൻ പറയാം. ഇപ്പോൾ 2013 മുന്നേ നമ്മുടെ ബീഹാറിലെ പട്ന ഹൈക്കോർട്ടിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ജയിലിൽ കിടക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ അവർ എലക്ടേഴ്സ് അല്ല. അതേപോലെ തന്നെ അവർക്ക് അതുകൊണ്ട് തന്നെ ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യാനും സാധിക്കുകയില്ല. ഇങ്ങനെ പട്ന ഹൈക്കോർട്ടിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഉത്തരവും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ പല ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. അങ്ങനെ സുപ്രീം കോർട്ടിൽ ഈ ഒരു കാര്യം എത്തുന്നു. സുപ്രീം കോർട്ടും ഈ ഒരു ഉത്തരവ് ശരിവെക്കുവാണ്. സുപ്രീം കോർട്ടും ഈ ഒരു ഉത്തരവ് 2013 ശരിവെക്കുന്നുണ്ട്. അതായത് സുപ്രീം കോർട്ട് 2013 പറഞ്ഞു, എന്ത് പറഞ്ഞു? ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിലുള്ള ആൾക്കാർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ എലക്ടേഴ്സ് അല്ല എന്ന് സുപ്രീം കോടതിയും പറഞ്ഞു. Upheld an order of Patna High Court declaring that a person who has no right to vote by reason of being in jail or in police custody and is not an elector and is therefore not qualified to contest in elections to the parliament or സംസ്ഥാന നിയമസഭ. അതായത് പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള ഇലക്ഷൻസിൽ വോട്ട് ചെയ്യാൻ ആർക്കും അധികാരമില്ല. ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കും അധികാരമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ജയിലിൽ കിടക്കുന്ന എല്ലാ ആൾക്കാരും പ്രതികളാണോ? അല്ല, റിമാൻഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അതായത് വിചാരണ കാത്ത് കിടക്കുന്ന ആൾക്കാരുമുണ്ട്, പ്രതികളായിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാർ, അവർക്ക് പല കാര്യങ്ങൾക്കും ഇപ്പം ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അവർ മോശ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ
ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല കാര്യം ചെയ്താലും പല കേസും കാര്യങ്ങളും അവർക്കെതിരെ വരാറുണ്ട്. ഇപ്പോൾ ഒരു ധാരാളം സമരങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഇലക്ഷൻ്റെ സമയത്തായിരിക്കും അവർക്കെതിരെ ഒരു കേസ് വന്നാൽ അവർ ജയിലിൽ പോയാൽ അവർക്കും ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്കും ഇതേപോലെ വോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം കണക്കിലെടുത്ത് ഈ ഒരു സുപ്രീം കോടതി റൂളിങ്ങിനെ മറികടക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കുറച്ച് പ്രൊവിഷൻസ് കൊണ്ടുവന്നു. അപ്പോൾ ആ പ്രൊവിഷൻസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ in order to negate this order of the Supreme Court, the following new provisions have been included in the Representation of People's Act 1951. അതിൽ ആദ്യത്തെ പ്രൊവിഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല, അവകാശമില്ല, അദ്ദേഹം ഒരു എലക്ടർ അല്ല എന്നാണ് നമ്മുടെ സുപ്രീം കോർട്ട് വിധിച്ചത്. പക്ഷേ നമ്മുടെ പുതിയ ഈ ഒരു നിയമത്തിൽ വന്ന മാറ്റത്തോടെ പറയുന്നു, ഒരു കാരണവശാലും ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി, ഇലക്ടറൽ റോളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തി, അതായത് ഇലക്ടർ ആയ ഒരു വ്യക്തിയെ ജയിലിൽ കിടക്കുന്ന കാരണത്താൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അധികാരം നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. നമുക്കൊന്ന് വായിക്കാവേ. The first provision expressly provides that by reason of the prohibition of vote either due to in jail or in police custody. അതായത് ജയിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലീസ് കസ്റ്റഡി ഉൾപ്പെടെയുള്ള സംഭവം ഉണ്ട് കേട്ടോ. A person whose name has been entered in the electoral roll shall not cease to be an elector. Shall not cease to be an elector. അതായത് ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരാൾ, പ്രൊവൈഡഡ് ആ ഒരു വ്യക്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തി, അതായത് ഇലക്ടറൽ റോളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹം ഒരു വോട്ടറാണ്, അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് അവകാശം നിഷേധിക്കാൻ സാധിക്കുകയില്ല. ആൻഡ് രണ്ടാമത്തെ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ജയിലിൽ കിടക്കുക അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ കിടക്കുക എന്നുള്ള ഒരു കാരണത്താൽ ഒരു വ്യക്തിയെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയില്ല. ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ പറയുന്ന രീതികളിൽ അല്ലെങ്കിൽ ആ പറയുന്ന കാരണത്താൽ മാത്രമേ അയോഗ്യനാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ഒരു ഗ്രൗണ്ട്സിലും ഒരു വ്യക്തിയെ അയോഗ്യനാക്കാൻ സാധിക്കുകയില്ല. ഇതിപ്പോൾ MP ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, ലോക്സഭാ ഇലക്ഷൻ ആയിക്കോട്ടെ, സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ ആയിക്കോട്ടെ, അയോഗ്യത എന്ന് പറയുന്ന കാര്യം ഡിഫൈൻ ചെയ്തിരിക്കുന്ന നിയമങ്ങൾ, അതായത് ആൻറ്റി ഡിഫെക്ഷൻ ലോ പോലെയുള്ള നിയമങ്ങൾ, ആ പറയുന്ന കാരണങ്ങളാൽ മാത്രമേ മറ്റ് യാതൊരു തരത്തിലുള്ള ഗ്രൗണ്ട്സിൻ്റെ ബേസിസിലും ഇങ്ങനെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അയോഗ്യനാക്കാൻ പറ്റത്തില്ല. നമുക്കൊന്ന് നോക്കാം. The second provision expressly provides that a member of parliament or state legislature shall be disqualified only if he is so disqualified under the provisions contained in the act. അപ്പോൾ ഈ നിയമപ്രകാരം, അതായത് അയോഗ്യതയുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രം. ആൻഡ് ഓൺ നോ അതർ ഗ്രൗണ്ട് consequently the persons in jail or in police custody are allowed to contest in elections. അപ്പോൾ ഇതോടെ എന്ത് പറ്റി, ജയിലിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിലുള്ള ആൾക്കാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചു. അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിക്കുവാണ്, ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. ജയിലിൽ കിടക്കുന്ന ആൾക്കും പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്ന ആളാണെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2013 വരെ അങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് ഫോട്ടോസ് ഓഫ് കാൻഡിഡേറ്റ്സ് ഓൺ EVMs ആൻഡ് ബാലറ്റ് പേപ്പേഴ്സ്. ഫോട്ടോസ് ഓഫ് കാൻഡിഡേറ്റ്സ് ഓൺ EVMs ആൻഡ് ബാലറ്റ് പേപ്പേഴ്സ്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ ഇലക്ഷന് പോകുന്ന സമയത്ത് ആൾക്കാരുടെ ഫോട്ടോസ് ഉണ്ടല്ലോ, ആൾക്കാരുടെ ഫോട്ടോ ഉണ്ട്, അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സിമ്പൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ തിരിച്ചറിയുന്നത്. നമുക്ക് ഈ അപരന്മാരെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ, അപരന്മാർ, അതായത് ഒരേ പേരിലുള്ള, ചിലപ്പോൾ ഇൻഷ്യലിൽ മാത്രം ഒക്കെ ഉള്ള ചെറിയ വ്യത്യാസങ്ങളായിരിക്കും, ചിലപ്പോൾ ഇൻഷ്യലിൽ തന്നെ ഇപ്പോൾ 2 ഇൻഷ്യൽ ഉണ്ടെങ്കിൽ 1 ഇൻഷ്യലിൽ മാത്രമായിട്ടുള്ള വ്യത്യാസമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ അപരന്മാരുടെ പ്രശ്നം ഭയങ്കരമായിട്ട് ഇപ്പോഴും നിലവിലും ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഉണ്ട് അപരന്മാർ. നമ്മൾ വോട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്തും സിമിലർ ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഒരേ പേര് വരുന്ന സ്ഥാനാർത്ഥികളെ. അപ്പോൾ ഈ നെയിം സേക്സ് അല്ലെങ്കിൽ അപരന്മാരുടെ പ്രശ്നം ഭയങ്കര കൂടുതലായിരുന്നു പണ്ടും. അപ്പോൾ ഈ അപരന്മാരുടെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഉള്ള ഒരു സംഭവം ഇനി അടുത്ത പറയുന്നത്, അക്കോർഡിംഗ് ടു ആൻ ഇലക്ഷൻ കമ്മീഷൻ ഓർഡർ ഇൻ എനി ഇലക്ഷൻ ബീങ് ഹെൽഡ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഓർത്ത് വെച്ചോളുക, 2015 മെയ് 1 ശേഷം ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു ഇലക്ഷൻ ആണെങ്കിലും
2015 മെയ് 1 ശേഷം ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു ഇലക്ഷൻ ആണെങ്കിലും ആ ഒരു ബാലറ്റ് ലിസ്റ്റിൽ അല്ല എങ്കിൽ ആ EVMനകത്ത് സ്ഥാനാർത്ഥികളുടെ പേരും പാർട്ടി സിമ്പലും ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ ഈ നെയിംസേക്കുമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്നാലോചിച്ച് ഈ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന്, അതേപോലെ തന്നെ കാഴ്ച കുറവുള്ള ആൾക്കാർ, ഇവരൊക്കെ വന്ന് വോട്ട് ചെയ്യുമല്ലേ. അപ്പോൾ ഈ ആൾക്കാരുടെ ഫോട്ടോ അല്ലെങ്കിൽ പാർട്ടി സിമ്പലൊന്നും ഇല്ല എങ്കിൽ പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുക. കൺഫ്യൂഷൻ്റെ പുറത്ത് നമ്മുടെ ഒരു വോട്ട് നഷ്ടമാവുക എന്ന് പറയുന്നത് അത് ഒരു നല്ലൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. 2015 മെയ് 1 മുതലാണ് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരം ഇലക്ഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷന്റെ സ്ഥാനാർത്ഥികളുടെ മുഴുവൻ പേരും പാർട്ടി സിമ്പലും ഉണ്ടായിരിക്കണം. To avoid confusion among the electorates in constituencies where namesakes are contesting. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ടറൽ ബോണ്ട്. ഈ ഇലക്ടറൽ ബോണ്ട് വന്ന സമയങ്ങളിലൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട്, ഇപ്പം നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ഒക്കെ ഉണ്ടല്ലോ, പ്രിലിംസ് മെയിൻസ് ആ ഒരു രീതിയിലൊക്കെ മാറ്റിയതിന് ശേഷം 2020 2021 അപ്പോൾ ആദ്യത്തെ പ്രിലിംസിലൊക്കെ വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഡേറ്റാസ് അതെല്ലാം കൂടെ ചേരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന സ്ലൈഡിൽ പറയും. അപ്പോൾ അതേപോലെ തന്നെ ഈ ഇലക്ടറൽ ബോണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2017 2018 ശേഷം വന്ന പല എക്സാംസിനും ഈ ഇലക്ടറൽ ബോണ്ടുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കാരണം ആ സമയത്താണ് ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന സാധനം വരുന്നത്. അതിനുശേഷം നമ്മുടെ 2024 വീണ്ടും ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അതിനുശേഷവും വീണ്ടും ഇതിന് ഇമ്പോർട്ടൻസ് കൂടി. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാളെ നിങ്ങൾ എഴുതുന്ന പ്രിലിംസിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഇലക്ടറൽ ബോണ്ടിനെ പറ്റിയായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നല്ല കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഇലക്ടറൽ ബോണ്ടിൻ്റെ അകത്ത് നിന്ന് കണ്ടുവരുന്നത്. അപ്പോൾ ഇലക്ടറൽ ബോണ്ട് എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ വേണ്ടിയുള്ള ഒരു രീതിയാണ് ഇലക്ടറൽ ബോണ്ട് സിസ്റ്റം. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ വേണ്ടി, അതായത് സംഭാവന എന്ന് പറയുമ്പം സാധാരണ നമ്മളെ പോലെയുള്ള ജനങ്ങൾക്കും സംഭാവന നൽകാം, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് ഫേംസിനും സംഭാവന നൽകാം. അപ്പോൾ ഇവർക്കൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള പുതിയൊരു മെത്തേഡാണ് ഇലക്ടറൽ ബോണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു വർക്കിംഗ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇലക്ടറൽ ബോണ്ട് ആർ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഡിസൈൻ ഫോർ ഡൊണേഷൻസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് ബാങ്കിലൂടെയാണ് ഈ ഒരു ട്രാൻസ്ഫറിങ് നടക്കാൻ പൈസ നമുക്ക് നൽകാൻ പറ്റുന്ന, പക്ഷെ അതൊരു ക്യാഷ് ട്രാൻസ്ഫർ എന്നുള്ളൊരു രീതിയിലല്ല. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് കൊണ്ടുവരുന്നത് 2017 നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സമയത്താണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 2018 ജനുവരി മുതലാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, 2017 ഈ ഒരു കാര്യം ഇലക്ടറൽ ബോണ്ട് സിസ്റ്റം നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. നിലവിൽ ഇത് വരുന്നത് തൊട്ടടുത്ത വർഷം 2018 ജനുവരി മുതലാണ്. അപ്പോൾ ഇതുവരെ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു, ഇൻഡിവിജ്വൽസിനും കമ്പനീസിനും പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസം അല്ലെങ്കിൽ അതിനുള്ള ഒരു രീതിയാണ് ഇലക്ടറൽ ബോണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഇലക്ടറൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഇന്ത്യയിൽ ഒരേ ഒരു ബാങ്കിന് മാത്രമേ ഉള്ളൂ. ഏത് ബാങ്ക് ആയിരിക്കും അത്? RBI ആയിരിക്കുമോ? അല്ല, SBIക്കാണ്. അപ്പോൾ ഓർത്ത് വെച്ചോളുക, SBIക്ക് മാത്രമേ ഇലക്ടറൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം വരുന്നുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദ സോൾ അതോറിറ്റി. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് ഒക്കെ ആയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രിലിംസിൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ ഇലക്ടറൽ ബോണ്ടുമായിട്ടുള്ള ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു, SBIക്കാണ് സോൾ അതോറിറ്റി. SBIയോ അല്ലെങ്കിൽ RBIക്കാണ് സോൾ. ഇതിൽ രണ്ടിലേതോ എങ്ങനെ ഒരു സെൻറ്റൻസ് ആയിരുന്നു അതിൽ വന്നിരുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോളുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്. RBIക്ക് പോലും ഇലക്ടറൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമില്ല, SBIക്ക് മാത്രമേ ഉള്ളൂ. ഇത് പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് മാത്രമേ ഈ ഒരു ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ RBIക്ക് ഉറപ്പായും RBIക്കായിരിക്കും ഈ ഒരു അധികാരം എന്നാണ് ആൾക്കാർക്ക് തോന്നുന്നത് പെട്ടെന്ന്. അപ്പോൾ ഈ പറയുന്ന SBIയിൽ ചെന്ന് നമ്മുടെ ഈ ഇലക്ടറൽ ബോണ്ട് സ്വീകരിക്കാൻ പറ്റും. ഈ ഇലക്ടറൽ ബോണ്ട് എല്ലാ എമൗണ്ടിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലക്ടറൽ ബോണ്ട് ആണെങ്കിൽ 1000 രൂപയ്ക്കുണ്ട്, അതേപോലെ തന്നെ 10,000 രൂപയ്ക്കുണ്ട്, അതേപോലെ തന്നെ 1 ലക്ഷം രൂപയ്ക്കുണ്ട്, 10 ലക്ഷം രൂപയ്ക്കുണ്ട്, 10 ലക്ഷം രൂപയ്ക്കുണ്ട്, 1 കോടിക്കുണ്ട്. അപ്പോൾ ഇത്രയും ഡിനോമിനേഷൻസിലുള്ള ഇലക്ടറൽ ബോണ്ടുകളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ
ഇങ്ങനെയുള്ള ഒരു ഇലക്ടറൽ ബോണ്ട് ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ ആ രാഷ്ട്രീയ പാർട്ടി ബാങ്കിൽ കൊണ്ടുചെന്ന് റിഡീം ചെയ്യണം. 15 ദിവസത്തിനുള്ളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ ലഭിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടി ബാങ്കിൽ ചെന്ന് റിഡീം ചെയ്തെടുക്കണം. ഈ 15 ദിവസത്തിനുള്ളിൽ റിഡീം ചെയ്തെടുത്തില്ല എങ്കിൽ ഈ ഒരു പൈസ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് പോകും. പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് പോകും. എത്ര ദിവസത്തിനകത്ത്? 15 ദിവസത്തിനകത്ത് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് റിഡീം ചെയ്തെടുത്തില്ല എങ്കിൽ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. നരേന്ദ്രമോദിജി ഗവൺമെന്റിന്റെ സമയത്താണ് ഇത് കൊണ്ടുവന്നതെന്നും പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇത് ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ആ സമയത്ത് ഫിനാൻസ് മിനിസ്റ്ററായ നമ്മുടെ അരുൺ ജെയ്റ്റ്ലി അദ്ദേഹമാണ് ലോക്സഭയിൽ ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദ ലോക്സഭ അപ്രൂവ് ദ ഇലക്ടറൽ ബിൽ ആസ് എ മണി ബിൽ ഇൻ മാർച്ച് 2018 നമ്മുടെ ലോക്സഭ ഇത് അപ്രൂവ് ചെയ്യുന്നത്. മാർച്ച് 2018 അപ്രൂവ് ചെയ്യുന്നുണ്ട്. നിലവിൽ വരുന്നത് 2018 ജനുവരിയിൽ തന്നെ നിലവിൽ വരുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് ദ സോൾ അതോറിറ്റി ബാങ്ക് ഫോർ ഇഷ്യൂയിങ് ഇലക്ടറൽ ബോണ്ട്സ് ഇൻ ഇന്ത്യ. വേറെ ഒരു ബാങ്കിലും ഇന്ത്യയിൽ ഇലക്ടറൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമില്ല. ഇനി ഏതൊരു ഇന്ത്യക്കാരനും ഇപ്പോൾ ഒരു ഇന്ത്യൻ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കമ്പനി ആയിക്കോട്ടെ, ഒരു ഫേം ആയിക്കോട്ടെ, ഈവൻ ഒരു ജോയിന്റ് വെഞ്ചറിന് പോലും ഇലക്ടറൽ ബോണ്ട് മേടിക്കാനുള്ള അധികാരവും ഇലക്ടറൽ ബോണ്ട് പാർട്ടിക്ക് നൽകാനുള്ള അധികാരവും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ആണ് വീണ്ടും ഈ ഒരു കാര്യം, അതായത് നമ്മുടെ ഇലക്ടറൽ ബോണ്ടിനെ വീണ്ടും കറണ്ട് അഫെയർ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവത്തിയ ഒരു കാര്യം വരുന്നത്. ഇപ്പം 2024 ഈ സമയത്ത് ഈ ഇലക്ടറൽ ബോണ്ടുമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇത് വന്ന സമയം തൊട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭരിക്കുന്ന പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിക്കുന്നതെന്നും അതേപോലെ തന്നെ ആരാണ് സംഭാവന നൽകുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ സുപ്രീം കോർട്ടിലും ഇതുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ 2024 ഫെബ്രുവരി 15 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നു. അപ്പോൾ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ DY ചന്ദ്രചൂഡ് ഉൾപ്പെടുന്ന 5 അംഗ ഭരണഘടനാ ബെഞ്ച്, DY ചന്ദ്രചൂഡ് ഉൾപ്പെടുന്ന, ഇതൊക്കെ ഓർത്ത് വെച്ചോളുക, ഈ ഫാക്ട്സ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. DY ചന്ദ്രചൂഡ് ഉൾപ്പെടുന്ന 5 അംഗ ഭരണഘടനാ ബെഞ്ച്. ഈ 5 അംഗ ഭരണഘടനാ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാ. ജസ്റ്റിസ് JB പർദിവാല, സഞ്ജീവ് ഖന്ന, BR ഗവായ്, മനോജ് മിശ്ര. ഈ DY ചന്ദ്രചൂഡിന് ശേഷം അടുത്ത ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഈ സഞ്ജീവ് ഖന്ന. അതിൻ്റെയും അടുത്ത ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായ്. അടുത്ത ചീഫ് ജസ്റ്റിസ് ആണ് ഇപ്പോഴത്തെ സൂര്യകാന്ത് എന്ന് പറയുന്ന വ്യക്തി. അതായത് നമ്മുടെ തൊട്ട് മുന്നത്തെ ചീഫ് ജസ്റ്റിസ്, അതിന് മുന്നത്തെ ചീഫ് ജസ്റ്റിസ്, അതിന് മുന്നത്തെ ചീഫ് ജസ്റ്റിസ്. നാലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജിമാരടങ്ങുന്ന 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഈ ഒരു സാധനം, അതായത് നമ്മുടെ ഇലക്ടറൽ ബോണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിധിച്ചു. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇലക്ടറൽ ബോണ്ട് വഴി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ അത് ആരാണ് നൽകുന്നത് എന്ന് ജനങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അതായത് വിവരാവകാശത്തിന് ഹനിക്കുന്നതായിരുന്നു ആർട്ടിക്കിൾ 19(1)(a. ഇത് ഓർത്ത് വെച്ചോളുക. ആർട്ടിക്കിൾ 19(1) സബ്സെക്ഷൻ എ, അതിനെ ഈ ഒരു ആർട്ടിക്കിളിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഇലക്ടറൽ ബോണ്ട് സ്കീം. The verdict states that the electoral bond scheme violates the public right to information under the Article 19(1) subsection A of the Constitution. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആ, ഓർത്ത് വെച്ചോളുക. ഇതുമായി ധാരാളം ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ്, ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഇലക്ടറൽ ബോണ്ട് സിസ്റ്റം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് സുപ്രീം കോർട്ട് വിധിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ വാർത്തയൊക്കെ കാണുന്ന ഒരാൾക്കാണെങ്കിൽ അതിലുള്ള എല്ലാ ഓപ്ഷൻസും ഏകദേശം സിമിലർ ആയിട്ട് തോന്നും. പക്ഷേ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിൽ അവർ പറഞ്ഞ മെയിൻ കാര്യം ഇതായിരുന്നു, നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനം അണ്ടർ ആർട്ടിക്കിൾ 19(1)(a) ഈ ഒരു കാര്യത്തിനെ വയലേറ്റ് ചെയ്യുമായിരുന്നു. കാരണം ഇത് സീക്രട്ട് ആയിരുന്നു. സാധാരണ ജനങ്ങൾക്ക് ആരാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് സംഭാവന ചെയ്യുന്നത്, അവരെത്രയാണ് സംഭാവന ചെയ്യുന്നത് എന്നറിയാൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന സാധനം അൺകോൺസ്റ്റിറ്റ്യൂഷണലായി. നിലവിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2024 ആണ് ഈ ഒരു വിധി വന്നതുകൊണ്ട് തന്നെ
അതിനുശേഷം വന്ന പല എക്സാമിലും വീണ്ടും ഇലക്ടറൽ ബോണ്ട് കണ്ടിന്യൂസ് ആയി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോളം. കാരണം ഫണ്ടാണല്ലോ ഏറ്റവും വലുത്. ഫണ്ട് ഉണ്ടെങ്കിലേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും എന്തും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു നമ്മുടെ ഇലക്ടറൽ ബോണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിനും ക്വസ്റ്റ്യൻ വരാൻ വളരെ നല്ല ഒരു സംഭവമാണ് ഇലക്ടറൽ ബോണ്ട്. ഇനി ടോട്ടൽ എമൗണ്ട് എ കാൻഡിഡേറ്റ് ക്യാൻ സ്പെൻഡ് ഇൻ എലക്ഷൻസ്. അപ്പം നമ്മുടെ എലക്ഷൻ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. കുറച്ച് വാല്യൂസ് ആണ്, കാണാതെങ്കിലും പഠിച്ചു വയ്ക്കുക വാല്യൂസ്. അപ്പം നമ്മുടെ ഈ ലോക്സഭ നമുക്കറിയാം, മെയിനായിട്ട് ലോക്സഭ ഇലക്ഷൻ, അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ. അപ്പം ഈ ലോക്സഭാ ഇലക്ഷനിലും സംസ്ഥാന നിയമസഭാ ഇലക്ഷനിലും ഈ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് വലിയ സംസ്ഥാനം ചെറിയ സംസ്ഥാനം എന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ലോക്സഭാ ഇലക്ഷൻ ആണെങ്കിൽ വലിയ സംസ്ഥാനമാണെങ്കിൽ 95 ലക്ഷം വരെ 95 ലാക്ക് വരെ ചെലവഴിക്കാം. 95 ലാക്ക് വരെ ചെലവഴിക്കാം. പക്ഷേ ചെറിയൊരു സംസ്ഥാനമാണ് എങ്കിൽ ലോക്സഭാ ഇലക്ഷന് വേണ്ടി 75 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവഴിക്കാൻ പാടില്ല. ഇത് ലോക്സഭാ ഇലക്ഷന് ഒരു സംസ്ഥാനം മുഴുവനുള്ള കാര്യമല്ല, ഒരൊറ്റ മണ്ഡലത്തിലെ കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു വലിയ സംസ്ഥാനമാണ് എങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് 95 ലക്ഷം രൂപ വരെ ഉപയോഗിക്കാം. അപ്പോൾ ഈ പറയുന്ന ഈ ഫണ്ടിങ്ങിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ രാഷ്ട്രീയ പാർട്ടികളുടെ. ഇനി അടുത്ത ഒരു ചെറിയ സംസ്ഥാനമാണ് എങ്കിൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് 75 ലക്ഷം രൂപ വരെ ഉപയോഗിക്കാം. നിലവിലുള്ള കണക്കുകളാണ്. പണ്ടാണ് എങ്കിൽ ലാർജ് സ്റ്റേറ്റിന് 70 ലക്ഷവും അതേപോലെ തന്നെ പണ്ട് സ്മോളർ സ്റ്റേറ്റിന് 54 ലക്ഷം രൂപയുമാണ് ആയിരുന്നു. ഇനി അടുത്ത ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നമുക്ക് വരാം. ഒരു വലിയ സംസ്ഥാനമാണെങ്കിൽ നിയമസഭാ ഇലക്ഷന് ഒരു മണ്ഡലത്തിൽ 40 ലക്ഷം രൂപ വരെ ഉപയോഗിക്കാം. 40 ലക്ഷം രൂപ വരെ ഉപയോഗിക്കാം. പണ്ട് ഇത് 28 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ നിലവിൽ 40 ലക്ഷം രൂപ വരെ ഉപയോഗിക്കാം. ഇനി ചെറിയൊരു സംസ്ഥാനമാണെന്ന് വിചാരിക്കാം. ചെറിയൊരു സംസ്ഥാനമാണെങ്കിൽ നിലവിൽ 28 ലക്ഷം രൂപ വരെ ഉപയോഗിക്കാം. പണ്ട് ഇത് 20 ലക്ഷം വരെയായിരുന്നു. അപ്പോൾ ഈ ഒരു വാല്യൂസ് കാണാതെ എങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ലോക്സഭ ഇലക്ഷനും അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭാ ഇലക്ഷനിലുമാണ് വലിയ സംസ്ഥാനം ചെറിയ സംസ്ഥാനം. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഉള്ള ആ ഒരു എക്സ്പെൻഡിച്ചർ കണക്കെങ്കിലും ഓർത്ത് വെച്ചേക്കുക. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കും, പണ്ട് ഇത്രയായിരുന്നു ഇപ്പോൾ ഇത്രയല്ലേ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ കഴിയുന്നതും രണ്ടും പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത എലക്ഷൻ മാനിഫെസ്റ്റോ, നമ്മുടെ പത്രിക, പ്രകടന പത്രിക എന്നൊക്കെ പറയുന്ന നമ്മുടെ പാർട്ടിക്കാർ ഇലക്ഷൻ സമയത്ത് നമുക്കിടെയൊക്കെ കയ്യിൽ കൊണ്ടുവന്ന് നൽകുന്ന അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് മാനിഫെസ്റ്റോ, എലക്ഷൻ മാനിഫെസ്റ്റോ. വേണമെങ്കിൽ ഇതിനെ ഒരു ലഘുലേഖ എന്നൊക്കെ പറയാം കേട്ടോ. ഒരു പാംഫ്ലെറ്റ് പോലെ ഒരു സംഭവം ലഘുലേഖ എന്നൊക്കെ പറയാം. ഇപ്പോൾ ഒരു പാർട്ടി ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് ആ പാർട്ടിയാണ് ജയിക്കുന്നതെങ്കിൽ, അതായത് ഞങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരും എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ പ്രകടന പത്രിക. ഈ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, സ്ഥാനാർത്ഥികൾക്കാണെങ്കിലും ഈ പ്രകടന പത്രിക വരുന്നതാണ്. ആസ് പാർട്ട് ഓഫ് ദിയർ എലക്ഷൻ ക്യാമ്പയിൻ. അതേപോലെ തന്നെ ഈ പ്രകടന പത്രിക വെച്ചിട്ടാണ് ആൾക്കാർ പിന്നീട് രാഷ്ട്രീയ പാർട്ടികളെ ചോദ്യം ചെയ്യുന്നതും. നിങ്ങളെ ഭരണത്തിൽ വന്നാൽ നിങ്ങൾ 5 വർഷം കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നതല്ലേ, എന്തുകൊണ്ട് എന്നിട്ട് ചെയ്യുന്നില്ല? അതേപോലെ തന്നെ ഈ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു മാൻഡേറ്റ് പോലെയാണ്. കാരണം അവർ പറഞ്ഞ കാര്യമല്ലേ, അപ്പം അത് എങ്ങനെയെങ്കിലും അവർ കംപ്ലീറ്റ് ചെയ്യാനും ശ്രമിക്കുന്നതാണ്. ഒരു തരത്തിൽ നല്ല കാര്യമായി ഈ പ്രകടന പത്രിക പോലെയുള്ള സംഭവങ്ങളൊക്കെ. ഇപ്പോൾ എലക്ഷൻ മാനിഫെസ്റ്റോ. ആസ് പാർട്ട് ഓഫ് ദിയർ എലക്ഷൻ ക്യാമ്പയിൻ ഈച്ച് പൊളിറ്റിക്കൽ പാർട്ടി റിലീസസ് ആൻ എലക്ഷൻ മാനിഫെസ്റ്റോ. ദിസ് ഈസ് എ പാംഫ്ലെറ്റ്, ഒരു ലഘുലേഖയാണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് പാർട്ടീസ് പൊസിഷൻ ഓൺ ലോക്കൽ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇഷ്യൂസ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എന്ത് കാര്യം വേണമെങ്കിലും അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പാർട്ടിയുടെ ലോക്കൽ അതേപോലെ ദേശീയ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലുള്ള അവരുടെ ഐഡിയോളജീസും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ അതിൽ കാണാൻ സാധിക്കും. ആസ് വെൽ ആസ് ദ പ്രോഗ്രാംസ് ആൻഡ് പ്രോജക്ട്സ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ, ഞാൻ അധികാരത്തിൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന പദ്ധതികളും പ്രോജക്ട്സും എല്ലാം നടപ്പാക്കും. പ്രോഗ്രാംസ് ആൻഡ് പ്രോജക്ട്സ് they intend to implement if they come to power. ഇനി അടുത്ത ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വൺ നേഷൻ വൺ എലക്ഷൻ.
നമുക്കറിയാം നമ്മൾ തന്നെ നമുക്ക് ഏതൊക്കെ ഇലക്ഷൻ ഉണ്ട്, ലോക്സഭാ ഇലക്ഷൻ ഉണ്ട്, സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ ഉണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 3 ഇലക്ഷനും എന്തുമാത്രം പൈസയാ ചെലവ്, എന്തൊരു ചെലവാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ എത്രത്തോളം അവർക്ക് എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എന്തുമാത്രം ഫണ്ടിങ് അവർക്ക് വരുന്നുണ്ട്, എന്തുമാത്രം പൈസയാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് വേണ്ടി ചിലവാക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടികളുടെ കേസ് പോട്ടെ, അത് പല ഡൊണേഷൻ വഴിയൊക്കെ കിട്ടുന്നത്. ഒരു രാജ്യത്തിന് ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനൊക്കെ വേണ്ടി ഇങ്ങനെ പല ഇലക്ഷൻസിന് വേണ്ടി എന്തുമാത്രം പൈസയാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. ഈ പൈസയുണ്ട്, അതിന് പുറമേ മറ്റ് ധാരാളം കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന ജനങ്ങളല്ല, നമ്മുടെ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാം. ഈ ജനങ്ങളുടെ സമയമല്ലേ, ഈ പറയുന്ന സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷന് പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റാഫ് ഇല്ല. ഈ ഇലക്ഷൻ്റെ സമയത്ത് മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള സ്റ്റാഫിന് ഡ്യൂട്ടി അലോക്കേറ്റ് ചെയ്താണ് ഇലക്ഷൻ്റെ ഡ്യൂട്ടിക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ മറ്റ് ഡ്യൂട്ടീസ് ഒക്കെ അവിടെ പെൻഡിങ് ആവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആ കുഴപ്പങ്ങളെല്ലാം പരിഹരിക്കാനൊക്കെ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഭവമാണ് 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ 3 ഇലക്ഷൻ, ലോക്സഭാ ഇലക്ഷൻ, അതേപോലെ സംസ്ഥാന നിയമസഭ, തദ്ദേശ സ്വയംഭരണം, ഇതെല്ലാം മാറ്റി ഒരൊറ്റ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു ഇലക്ഷൻ, ഈ ഒരു പ്രോസസ്സ് കുറേ വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു 1 നേഷൻ 1 ഇലക്ഷനിലേക്കൊക്കെ രാജ്യം എത്തും. അപ്പോൾ The new electoral system devised with the aim of reducing expenses. മെയിനായിട്ട് ഈ എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കാരണം കോടിക്കണക്കിന് ചിലവാണ് ഈ പറയുന്ന 3 ഇലക്ഷൻസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്നത്. നമുക്ക് ഈ പറയുന്ന ഒരൊറ്റ ഇലക്ഷൻ ആവുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അത് 3-1 കുറയ്ക്കാൻ സാധിക്കും. ജനങ്ങൾ നമ്മുടെയൊക്കെ പൈസയായി പറയുന്ന ഇലക്ഷനായിട്ടൊക്കെ ചിലവായി പോകുന്നത്. The new electoral system devised with the aim of reducing expenses by conducting Lok Sabha, legislative and local elections simultaneously. 1 nation 1 election. അതായത് ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ 3 ഇലക്ഷനും കൂടെ ഒരേ സമയത്ത് ഒരേ ഷെഡ്യൂളിൽ നടത്തുക. The bill was introduced in the Lok Sabha by Arjun Ram Meghwal. നമ്മുടെ നിയമമന്ത്രിയാണ് അർജുൻ റാം മേഘ്വാൾ. 129ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബില്ലും ആക്ടും രണ്ടാണ്. എപ്പോഴാണ് ഒരു ബില്ല് പാസ്സാവുക മീൻസ് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി പ്രസിഡന്റ് അസെന്റ് നൽകുന്നത്, ആ സമയത്ത് മാത്രമേ ഒരു ബില്ല് ഒരു ആക്ടായി മാറത്തുള്ളൂ. അതായത് ഒരു ബില്ല് ഒരു നിയമമായി മാറത്തുള്ളൂ. അപ്പം നമ്മുടെ 129ാം ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ ആണ്. ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലിലാണ് ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉള്ളത്. അപ്പോൾ നമ്മുടെ 8 പേരടങ്ങുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് നമ്മുടെ 1 നേഷൻ 1 ഇലക്ഷനെ പറ്റി പഠിച്ചത്. ഇതിൻ്റെ ചെയർമാനാണ് ഇമ്പോർട്ടൻ്റ്, നമ്മുടെ പ്രസിഡൻ്റായ രാംനാഥ് കോവിന്ദ് ആയിരുന്നു. അദ്ദേഹമായിരുന്നു നമ്മുടെ ഈ ഒരു 1 നേഷൻ 1 ഇലക്ഷൻ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയുള്ള 8 അംഗ കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹം നമ്മുടെ ഫോമർ പ്രസിഡന്റ് ആണ് രാംനാഥ് കോവിന്ദ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരുടെ റെക്കമെൻഡേഷൻസ് അനുസരിച്ച് 2029 ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ്. 2029 ഇന്ത്യയിൽ ഒരൊറ്റ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു ഇലക്ഷൻ, ഇത് നിലവിൽ വരും, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് ഇവരുടെ റെക്കമെൻഡേഷൻസ്, ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്. The committee recommends implementation from 2029. ഇനി അടുത്ത വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും കടക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഒന്നാമതിപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു ബില്ലാണ്. അപ്പോൾ ധാരാളം ആർട്ടിക്കിൾസിൽ മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ മാറ്റം വരുത്തേണ്ട അനുച്ഛേദങ്ങൾ, ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. 83, 85, 172, 174, 356. 83, 85, 172, 174, 356. അപ്പം ഇത്രയും ആർട്ടിക്കിൾസ് നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടതായി വരുന്നുണ്ട്. The first state to pass a resolution against 1 nation 1 election and constituency delimitation procedure തമിഴ്നാട്. നമ്മുടെ ഈ ഒരു സംഭവം വന്ന സമയത്ത് തന്നെ ഒപ്പോസിഷൻ പാർട്ടീസ് ഒക്കെ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയായിരുന്നു. കാരണം ഈ പറയുന്ന ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് ഈ ഇലക്ഷൻ്റെ സ്പിരിറ്റ് അങ്ങില്ലാണ്ടാവും. കാരണം ഈ പറയുന്ന 3 ഇലക്ഷൻ്റെ കാര്യം ഒരൊറ്റ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ബാക്കി 2 ഇലക്ഷനിൽ വരാൻ ആ ഒരു 2 സെപ്പറേറ്റ് സമയത്ത് വരുന്ന ആ ഒരു ആവേശം ഉണ്ടല്ലോ ഇലക്ഷനും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ, അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ. അപ്പോൾ അവരുടെ ആ ഒരു സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ
അപ്പം അതുവഴി ജനാധിപത്യത്തിൻ്റെ ഒരു സ്പിരിറ്റ് പോകും എന്നൊക്കെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അവകാശപ്പെടുന്നത്. അപ്പം അതുമായൊക്കെ ബന്ധപ്പെട്ട് പല പാർട്ടികളുമൊക്കെ രംഗത്ത് വന്നായിരുന്നു, പല സംസ്ഥാനങ്ങളും രംഗത്ത് വന്നായിരുന്നു. അപ്പോൾ ഈ വൺ നേഷൻ വൺ ഇലക്ഷനെതിരെയും അതേപോലെ തന്നെ ഡീലിമിറ്റേഷൻ പ്രൊസീജിയേഴ്സിനെതിരെയും ആദ്യമായി പ്രമേയം പാസാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. ഓർത്ത് വെച്ചോളുക. അപ്പം ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും, അതായത് ഇപ്പോൾ ജി എസ് ടി വന്ന സമയത്ത് ജി എസ് ടിക്ക് അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്, അതേപോലെ തന്നെ ഇപ്പോൾ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ, ഇപ്പം ഇങ്ങനെ ഒരു കാര്യമൊക്കെ വരുന്ന സമയത്ത് ഇതുമായി അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനം, ആദ്യമായി അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്, അതേപോലെ തന്നെ ഒപ്പോസ് ചെയ്ത അതായത് പ്രതികൂലിച്ച് ആ പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്. അപ്പം അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അതായത് കുറച്ച് സിമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, പത്രം നന്നായി വായിക്കണം, അതാണ് ഞാൻ ഉദ്ദേശിച്ച് വരുന്നത്. പലപ്പോഴും ഈ പത്രത്തിൽ ഇമ്പോർട്ടൻസ് വരുന്ന കാര്യങ്ങളില്ലേ, കറണ്ട് അഫെയർ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് പലപ്പോഴും ഇപ്പോൾ സ്റ്റാറ്റിക്കിൽ നിന്ന് എടുത്ത് ചോദിച്ചു തുടങ്ങിയ. പണ്ട് ഈ UPSCയുടെ ഒക്കെ ഒരു രീതിയാണ്, അതായത് നമ്മുടെ കറണ്ട് അഫെയർ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ 2022 ചൗരി ചൗരയുടെ ഇൻസിഡൻറ്റ് 100 വർഷമായി. അപ്പോൾ ആ ഒരു സമയത്ത്, കാരണം 100 വർഷമാണല്ലോ, പല എക്സാംസിനും ചൗരി ചൗരയുടെ റിലേറ്റഡ് ആയിട്ടുള്ള 1922 കാര്യം നടന്ന കാര്യത്തിനെ പറ്റിയായിരുന്നു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങളുടെ 100ാമത്തെ ആനിവേഴ്സറി, ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ 100ാമത്തെ ആനിവേഴ്സറി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതൊക്കെ വരുന്ന സമയത്ത് പത്രത്തിൽ നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിക്കിലുള്ള ഡേറ്റ നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. ഇനി അടുത്തതാണ് സിഫോളജി. സിഫോളജിയും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമായിരിക്കും. സിഫോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്, ഒരു ശാസ്ത്രശാഖയാണ് സിഫോളജി. സിഫോളജിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ആദ്യമേ പറയാം. ഫാദർ ഓഫ് സിഫോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫാദർ ഓഫ് സിഫോളജി എന്ന് പറയുന്നത് നമ്മുടെ പ്രണോയ് റോയ് എന്ന് പറയുന്ന വ്യക്തിയാണ്, ഡോക്ടർ പ്രണോയ് റോയ്. ഈ പ്രണോയ് റോയ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരാന്ന് മനസ്സിലാവും. നമ്മുടെ NDTV ഇല്ലേ, NDTVയുടെ ഫൗണ്ടറൊക്കെയാണ് ഇദ്ദേഹം. നമ്മുടെ NDTV ചാനലിലെ NDTVയുടെ ഫൗണ്ടറാണ് നമ്മുടെ പ്രണോയ് റോയ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ശരിക്കും ആദ്യം എന്താണ് സിഫോളജി എന്ന് പറയാം. അപ്പോൾ സിഫോളജി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ഷന് ഏത് പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയായിരുന്നു ജയിക്കാൻ സാധ്യത, അല്ല എങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി അല്ല എങ്കിൽ ഏത് അലയൻസ് ആണ് ജയിക്കാൻ സാധ്യത, അതേപോലെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ഇന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഇന്ന ഒരു അലയൻസ് ജയിക്കാനുള്ള കാരണത്തിൻ്റെ എക്സ്പ്ലനേഷൻ നൽകുന്നതും ഈ സിഫോളജിയുടെ ബേസിസിലാണ്. സിഫോളജി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദാറ്റ് എക്സാമിൻസ് ആൻഡ് പ്രിഡിക്ട്സ് the chances of victory for political parties and alliances before the election results are announced is സിഫോളജി. ഈ സിഫോളജിയുടെ പിതാവെന്ന് പറയുന്നത് ഡോക്ടർ പ്രണോയ് റോയ് ആണ്. ഇദ്ദേഹം NDTVയുടെ ഫൗണ്ടറൊക്കെ ആയിരുന്നു. ഇദ്ദേഹം കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പ്രണോയ് റോയ് ഫാദർ ഓഫ് ഇന്ത്യൻ സിഫോളജിയാണ്, ഓർത്ത് വെച്ചോളുക. ഫാദർ ഓഫ് സിഫോളജി അല്ല, ഫാദർ ഓഫ് ഇന്ത്യൻ സിഫോളജി. അപ്പോൾ ഇദ്ദേഹം NDTV വഴി ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ, നമ്മുടെ നേരത്തെ എക്സിറ്റ് പോളൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം, അങ്ങനെയാണ് ഈ ഒരു സിഫോളജി എന്നൊക്കെ പറയുന്ന ഇതിൽ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചത്. ദെൻ മിസ്ലീനിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ കുറച്ച് ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് ആപ്പ്, പോർട്ടൽ, ഇതിനെ പറ്റിയൊക്കെയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പോർട്ടൽ ഫോർ സെലക്ടിംഗ് ഗവൺമെൻറ് എംപ്ലോയീസ് ഫോർ ഇലക്ഷൻ ഡ്യൂട്ടി. നമ്മുടെ ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ജീവനക്കാരെ സെലക്ട് ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ പോർട്ടലിൻ്റെ പേരാണ് ഓർഡർ. യൂണിഫൈഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ഇലക്ഷൻ ഇൻഫർമേഷൻ ഇൻ ദ കൺട്രി ആണ് ECI നെറ്റ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നെറ്റ്, യൂണിഫൈഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇനി ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് 1950 1950. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 25. ആ 1950 ഓർത്ത് വെച്ചാൽ മതി. പക്ഷേ ഓർത്ത് വെച്ചോളുക, അത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാ, ഇത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെയാണ്, മാറിപ്പോരുത്. ഈ ഡേറ്റ് മാത്രം ഓർത്ത് വെച്ചോളുക. അതായത് നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് 1950. പക്ഷേ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ, മുനിസിപ്പാലിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്ക് ഈ ടോൾ ഫ്രീ നമ്പറിൽ നിന്ന് ലഭിക്കുകയില്ല. ഇനി അതേപോലെ തന്നെ ജരാവ ട്രൈബ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ്സിൽ പല ട്രൈബുകളുണ്ട്. നമ്മൾ പല ട്രൈബ്സിനെ പറ്റിയും വാർത്ത കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രൈബ് സെന്റിനലീസ് എന്ന് പറയുന്ന ട്രൈബാണ്. ഈ നരഭോജികളായിട്ടുള്ള ഒരു ട്രൈബിനെ പറ്റി കേട്ടിട്ടില്ലേ നമ്മൾ? അതായത്
മറ്റ് ആൾക്കാരുമായി യാതൊരു തരത്തിലുള്ള ബന്ധം പുലർത്താത്ത ഒരു പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയെ പോലും അവരുടെ ഐലൻഡിലേക്ക് കയറ്റാത്ത ഒരു ട്രൈബ്സ് ഉണ്ട്, ഈ നരഭോജികളായിട്ടുള്ള ട്രൈബ്സ്. ഈ പലപ്പോഴും ഈ ഗവൺമെൻറ് ഒന്നും അറിയാതെ ചില ടൂറിസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട്, അവരെയൊക്കെ അവർ അമ്പൊക്കെ ഉപയോഗിച്ച് കൊന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സെൻറ്റിനലീസ് എന്ന് പറയുന്ന ഒരു ട്രൈബ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും എക്സാം പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പോൾ ഈ സെൻറ്റിനലീസ് പോലെ തന്നെ അത് കഴിഞ്ഞ് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ട്രൈബാണ് ജറാവ ട്രൈബ്. ഈ ജറാവ ട്രൈബിൽ 19 പേരെ നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിച്ചു. ജറാവ ട്രൈബിൽ 19 ആൾക്കാരെ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിച്ചു. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണ്. For the first time in India's election process, 19 members of the Jarawa tribe were included in the voters list. The Jarawas are an indigenous tribal group residing in Andaman Islands. ഇനി ആദ്യമായി പേപ്പർലെസ് ആയിട്ട് എലക്ഷൻ നടത്തിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. ആദ്യമായി പേപ്പർലെസ് എലക്ഷൻ കണ്ടക്ട് ചെയ്ത സംസ്ഥാനം നമ്മുടെ മധ്യപ്രദേശാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് ഉത്തരം എഴുതാൻ പറ്റും. ഇതിനകത്ത് നിന്ന് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൂ. ഒരു 99% നമ്മുടെ ഈ നോട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുക. ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന PSCയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.